പ്യാരെ ബിച്ചു, എല്ലാവർക്കും റൈറ്റ് ബോർഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പദബന്ധ് എന്ന ടോപ്പിക്കാണ്. പദബന്ധ് എന്നാൽ ഫ്രേസ് എന്നാണ് അർത്ഥമാക്കുന്നത്. പദബന്ധ് की പരിഭാഷ क्या है? പദബന്ധിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് ശബ്ദം എന്താണെന്നും പദം എന്താണെന്നും മനസ്സിലാക്കാം. സ്വതന്ത്ര और सार्थक ധ്വനി समूह को शब्द कहते हैं. അതായത് സ്വതന്ത്രവും അർത്ഥപൂർണവുമായിട്ടുള്ള ധ്വനി സമൂഹത്തിനെയാണ് ശബ്ദം എന്ന് പറയുന്നത്. ഉദാഹരണം രാം, ആം, മീഠ, ഗാന, രഹാ ഹെ ആദി. അതായത് സ്വതന്ത്രവും അർത്ഥപൂർണവുമായിട്ടുള്ള വാക്കുകളെയാണ് അല്ലെങ്കിൽ ധ്വനി സമൂഹത്തിനെയാണ് ശബ്ദം എന്ന് പറയുന്നത്. നോക്കൂ, എന്നാൽ പദ് എന്താണ്? പദ് किसे कहते हैं? जब हम इन्हीं शब्दों को वाक्य में प्रयोग करके लिखते हैं तब यह वाक्य का एक भाग बन जाते हैं और पद कहलाते हैं. അതായത് ഈ വാക്കുകളെയെല്ലാം എപ്പോഴാണോ നമ്മൾ ഒരു സെൻറ്റൻസിൽ പ്രയോഗിക്കുന്നത് അപ്പോൾ ആ ഒരു സെൻറ്റൻസിൻ്റെ ഭാഗമായി മാറുന്നു ഈ വാക്കുകൾ. അപ്പോൾ അത് പദമായി മാറുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ പദെന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. രാം മീഠ ആം ഖാ രഹാ ഹെ. ഇസ് വാക്യ में राम और आम शब्द संज्ञा, मीठा शब्द विशेषण होता है और गा रहा है शब्द क्रियापद का कार्य कर रहे हैं. അതായത് ഈ ഒരു സെൻറ്റൻസിൽ രാം और ആം, രാം ആം എന്നുള്ളത് സംജ്ഞാപദങ്ങളാണ്. മീഠ എന്ന് പറയുന്നത് വിശേഷൺ ശബ്ദമാണ്. ഘാ രഹാ ഹെ എന്നുള്ളത് ക്രിയാപദത്തിൻ്റെ വേണ്ടി നിലകൊള്ളുന്നു. ഇതാണ് നമുക്ക് ശബ്ദം എന്താണെന്നും പദം എന്താണെന്നും ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി എന്താണ് പദബന്ധ്? പദബന്ധ് की परिभाषा क्या होता है? അതായത് वाक्य में जब एक से अधिक पद मिलकर एक व्याकरणिक इकाई का काम करते हैं तब उस बंधी हुई इकाई को पदबंध कहते हैं. അതായത് ഒരു സെൻറ്റൻസിൽ ഒന്നോ അതിൽ കൂടുതലോ പദങ്ങൾ ചേർന്ന് ഒരു വ്യാകരണ നിയമങ്ങൾക്കനുസരിച്ച് ഒരു ചെറിയൊരു ഭാഗം, അതിനെയാണ് നമ്മൾ പദബന്ധ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു സെൻറ്റൻസിൻ്റെ ഒരു ഭാഗമായി മാറുന്നു കുറേ പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ. ആ പദങ്ങളെല്ലാം ചേർന്ന് കഴിയുമ്പോൾ അതിനെയാണ് നമ്മൾ പദബന്ധ് എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതായത് രാം एक अच्छा लड़का है. पड़ोस में रहने वाला राम एक अच्छा लड़का है. അതായത് രാം ഒരു നല്ല കുട്ടിയാണ്. അടുത്ത് താമസിക്കുന്നതിൽ അയൽ വീട്ടിൽ താമസിക്കുന്ന രാം ഒരു നല്ല കുട്ടിയാണ്. पहले वाक्य में राम एक पद है, दूसरे वाक्य में वह पड़ोस में रहने वाला अन्य पदों के साथ व्याकरण इकाई बना रहा है. अतः यह पूरा अंश पदबंध कहलाएगा. അതായത് ആദ്യത്തെ സെൻറ്റൻസിൽ രാം എന്നുള്ളത് ഒരു പദം മാത്രമാണ്. രണ്ടാമത്തെ സെൻറ്റൻസിൽ എന്താണ്? പഡോസ് മേം എന്നുള്ളതും രഹനെ വാല എന്നുള്ളതും മറ്റു പദങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യാകരണ നിയമങ്ങൾക്കനുസരിച്ചിട്ട് അത് നിലകൊള്ളുന്നത് കൊണ്ട് ആ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ആ പദങ്ങളെല്ലാം പൂരാ അംശ് പദബന്ധ് കഹലായെ, അതായത് ആ പദങ്ങളെ എല്ലാത്തിനെയും കൂടി ഒന്നിച്ച് ചേർത്തിട്ടാണ് നാം പദബന്ധ് എന്ന് പറയാം. അതായത് രാമിന് വേണ്ടി നിലകൊള്ളുന്ന പദങ്ങളാണതെല്ലാം. അതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇനി പദബന്ധ് के 5 प्रकार होते हैं. इसके बारे में हम अगले क्लास में